ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കയ്പ്പയ്ക്ക തോരനാണ് കേട്ടോ. ഈ കയ്പ്പയ്ക്ക തോരൻ നോക്കൂ. കയ്പ്പയ്ക്ക ഉണ്ടോ? ഈ കയ്പ്പയ്ക്ക ഇവിടെ ഉണ്ടായതല്ല, വാങ്ങിച്ചതുമല്ല. മാഷ്ടർ ഒരു സുഹൃത്ത് ഇന്നലെ ഇവിടെ കൊണ്ട് തന്നതാണ് ഈ കയ്പ്പയ്ക്ക. നോക്കൂ, കയ്പ്പയ്ക്ക തോരൻ. ഇത് നമ്മൾ പൊടിയായിട്ട് കയ്പ്പയ്ക്ക ആദ്യം അരിയണം. അരിഞ്ഞതിന് ശേഷം നമ്മൾ ഒരിത്തിരി വെള്ളവും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, ഇത്തിരി ഉപ്പും, അതിനകത്ത് ഒരു ചെറുനാരങ്ങ. ഈ ചെറുനാരങ്ങയുടെ ഒരു പകുതി മതി കേട്ടോ. പകുതി പിഴിഞ്ഞ് ആ നീരിനകത്ത് ഈ മുളകും മഞ്ഞളും ഉപ്പും കൂടെ നമ്മൾ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കയ്പ്പയ്ക്കായ നമ്മൾ പുരട്ടി ഒരു 5 മിനിറ്റ് അവിടെ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് പിഴിഞ്ഞൊന്നും കളയണ്ട കേട്ടോ. ഉഴുന്ന് ഇട്ട് മുളകും വറ്റൽമുളകും കടുവും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇതിനെ തല്ലിപ്പൊത്തി വെച്ചിരിക്കുന്ന ഈ കയ്പ്പയ്ക്കയെ വാരിയിടണം. കയ്പ്പയ്ക്ക വാരിയിട്ട് നമ്മൾ അതിനെ ഇളക്കി നമ്മൾ സാധാരണ അരപ്പില്ലേ, തോരനരയ്ക്കുന്ന ചതയ്ക്കുന്നത്, അത് നാളികേരവും ജീരകവും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരുന്നു. അതിനെ ഇതിലോട്ടിട്ട് ഇളക്കി തല്ലിപ്പൊത്തി വയ്ക്കണം. ഉപ്പ് നോക്കണം കേട്ടോ. എന്നിട്ട് തല്ലിപ്പൊത്തി വയ്ക്കണം. അതിന് ശേഷം നമ്മൾ ഒരു 2 പ്രാവശ്യം ഒരു 2 മിനിറ്റ് അതിനെ ഒന്ന് ആവിയിൽ വേകാൻ നോക്കണം. വെള്ളം ഒന്നും ഒഴിക്കണ്ട. അതിന് ശേഷം നമ്മളതിനെ 2-3 പ്രാവശ്യം ഇളക്കി തല്ലിപ്പൊത്തി വെച്ച് നല്ലോണം വേകുമ്പോൾ ഇങ്ങനെ ഉലർത്തി ഡ്രൈ ആക്കി ഇങ്ങനെ ഇട്ട് കുറച്ച് നേരം കൂടെ എടുക്കണം. അതാണ് ഈ തോരൻ. ഈ ഒരു കയ്പ്പയ്ക്കയുടെ പകുതിയേ എടുത്തുള്ളൂ കേട്ടോ. ഇതൊരാൾ കൊണ്ട് തന്നാന്ന് ഞാൻ പറഞ്ഞില്ലേ, മാഷയുടെ സുഹൃത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ, അദ്ദേഹം കൊണ്ട് തന്നാണ് അവരുടെ വീട്ടിലുണ്ടായത്. അപ്പോൾ ഒട്ടും കഴിക്കുകയല്ല. ഇങ്ങനെ നാരങ്ങ നീരിനകത്ത് മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടെ പുരട്ടി പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മളെ മീനിനൊക്കെ വറക്കാനെടുക്കുന്ന ആ കൂട്ടില്ലേ, അതുപോലെ എടുത്തിട്ട് വെച്ചതാണ് ഈ കയ്പ്പയ്ക്ക. നമ്മളിന്ന് കൊഴുവ വറുത്തത് ഉണ്ടോ. കൊഴുവ, ഇതിന് നിങ്ങളെന്താ പറയുക? കൊഴുവയ്ക്ക് ഞങ്ങളിതിന് നെത്തലെന്നും പറയും. ഇന്ന് ഇത് വറുത്തത്, കൊഴുവ വറുത്തതും ഈ തോരനും, നമ്മുടെ കയ്പ്പയ്ക്കയും കൊഴുവ വറുത്തതും തോരനും രസവുമായിരുന്നു നമ്മുടെ വിഭവങ്ങൾ. ചമ്മന്തിയും ഉണ്ടായിരുന്നു. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നോടൊപ്പം ഊണ് കഴിക്കാൻ വരണം. ചോറ് ഇന്ന് നമ്മൾ വെളുത്ത ചോറാണ് വെച്ചത് കേട്ടോ. ഇന്ന് വെളുത്ത ചോറാണ് വെച്ചത്. അപ്പോൾ എല്ലാവരും ടീച്ചറോടൊപ്പം ഉണ്ണാൻ വരണം കേട്ടോ.